ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ ടിക്കറ്റ് ടു ഫെയിം അങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 8 ആൻഡ് അഗ്നിപരീക്ഷയുടെ പ്രൊമോയാണ് വന്നേക്കുന്നത്. ലാലേട്ടന്റെ ബർത്ത്ഡേ എന്ന് തന്നെ പ്രൊമോ റിലീസായിരിക്കുകയാണ്. നമ്മുടെ ബിഗ് ബോസിലെ ഇപ്രാവശ്യം ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല മുഴുവൻ സാധാരണക്കാരായിരിക്കാനാണ് ചാൻസ്. കോമണേഴ്സ് സീസൺ ആകുമോ ഇത്? അതെ, ഒരു കോമണർ ആയിരിക്കുമോ ഈ സീസണിലെ വിജയി? നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാം. ഒരു മത്സരം വരാൻ പോവുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്, ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ടുള്ള മത്സരം. അതെ, അതിന് വേണ്ടിയിട്ടുള്ള പ്രൊമോയാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഞാനിവിടെ ഇല്ലായിരുന്നു, കുറച്ച് ലേറ്റായി പോയി, എന്നാലും ദാ വന്നിരിക്കുകയാണ്. പ്രൊമോ വന്നിട്ട് തന്നെ ഒരു മണിക്കൂറായി. എന്തായാലും ലാലേട്ടൻ്റെ ബർത്ത്ഡേയുടെ അന്ന് വന്ന് നമ്മുടെ ബിഗ് ബോസിൻ്റെ പ്രൊമോ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. അപ്പോൾ പ്രൊമോ ഇങ്ങനെയാണ്. അതിന് തന്നെ തുടക്കം ലാലേട്ടൻ ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ കേൾക്കുന്നത്. നമ്മുടെ സാധാരണക്കാരുടെ വർത്തമാനമാണ് കേൾപ്പിക്കുന്നത്. നമുക്കൊന്നും കിട്ടാനൊന്നും പോണില്ല. ആര് വിളിക്കും ഇതിനകത്ത്? നമ്മളെയൊക്കെ ആര് ശ്രദ്ധിക്കാൻ? നമ്മൾ സാധാരണക്കാരല്ലേ, നമുക്കെന്ത് കാര്യം ഈ ബിഗ് ബോസ് ഷോയിലേക്ക്? നമ്മളെ ആര് വിളിക്കാൻ? അല്ലെങ്കിൽ നമ്മൾക്ക് വിളിച്ചാലും ഇതൊക്കെ ആരെങ്കിലും എടുക്കുമോ? ഇതൊക്കെയാണ് ആദ്യം കാണിക്കുക. അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ തേച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ലാലേട്ടൻ പറയുന്നത്, 1980 മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ നരേന്ദ്രനായി വന്നപ്പോഴും ഞാനും ഒരു സാധാരണക്കാരനായിരുന്നു. അതുകൊണ്ട് സാധാരണക്കാരൻ്റെ ആശങ്കയും വിഷമവും ഒക്കെ എനിക്ക് നന്നായി മനസ്സിലാകും. മറ്റ് ബിഗ് ബോസ് ഷോകളുടെ അപേക്ഷിച്ച് അത്രയും കഴിഞ്ഞിട്ട് ലാലേട്ടൻ പിന്നെ വരെയാണ്. മറ്റ് ബിഗ് ബോസ് ഷോകളെ അപേക്ഷിച്ച് നമ്മുടെ മലയാളം ബിഗ് ബോസിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിവിടെ സാധാരണക്കാർക്ക് അവസരം നൽകും. ഇത്തവണ ബിഗ് ബോസ് സീസൺ 8 നിരവധി പേർക്ക് നമ്മുടെ ഒരു ഷോയിലൂടെ ഒരു മത്സരത്തിലൂടെ നമുക്ക് ബിഗ് ബോസ് സീസൺ 8 പങ്കെടുക്കാം എന്നാണ് ലാലേട്ടൻ പറയുന്നത്. അതാണ് ബിഗ് ബോസ് അഗ്നിപരീക്ഷ. അതെ, ഒരു മത്സരവേദി തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അഗ്നിപരീക്ഷ വിജയിച്ച് വരുന്നവർക്ക് അവരുടെ പ്രകടന മികവിലൂടെ തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് നേരിട്ട് ബിഗ് ബോസ് സീസൺ 8 മത്സരിക്കാം. അതായത് അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞ ബിഗ് ബോസ് അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞ ഒരു ഷോ ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മത്സരം ഉണ്ടാകും എന്ന് തോന്നുന്നല്ല, അങ്ങനെയാണ്. ആ മത്സരത്തിൽ നിങ്ങൾ ഗംഭീരമായി പ്രകടനം കാഴ്ചവെക്കുക, നല്ല രീതിയിൽ പെർഫോം ചെയ്യുക. നിങ്ങളുടെ പെർഫോമൻസ് കണ്ട് നിങ്ങൾ അതിൽ നിന്ന് സീസൺ 8 തിരഞ്ഞെടുക്കും എന്നാണ് ലാലേട്ടൻ പറയുന്നത്. ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷ ടിക്കറ്റ് ടു ഫെയിമിലേക്കുള്ള ടിക്കറ്റാണ് അതെ എന്നാ പറയുന്നത്. അങ്ങനെ എന്നിട്ട് ലോഗോ കാണിക്കുന്നു. അസതോമ സദ്ഗമയ തന്നെയാണ്. ലോഗോയിൽ ഇങ്ങനെ കൈകൾ ഇങ്ങനെ വിരിഞ്ഞ് വരുന്നുണ്ട്. 6-7 കൈകളൊക്കെ ഉണ്ട്, ഇങ്ങനെ വിരിഞ്ഞിങ്ങനെ വരുന്നത്. സാധാരണക്കാരുടെ കൈയാണ് ഇങ്ങനെ പൊങ്ങി വരുന്നത്. ലോഗോ 8 എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. ബിഗ് ബോസ് സീസൺ 8 എന്ന് പറഞ്ഞ് ലോഗോയിൽ ഇങ്ങനെ കിടക്കുന്നു. അങ്ങനെ അവസാനിക്കുന്നു. ഇതൊരു തുടക്കമാണ്. ഇതെനിക്ക് തോന്നുന്നു അഗ്നിപരീക്ഷയുടെ, ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞ അതിൻ്റെ ലോഗോയാണ്. മനസ്സിലായോ? നമ്മുടെ ബിഗ് ബോസിൻ്റെ തീമൊന്നുമല്ല ഇത്. ബിഗ് ബോസിലേക്ക് കയറാനുള്ള ചവിട്ടുപടി, നിങ്ങൾക്കുള്ള സാധാരണക്കാർക്കുള്ള പ്രൊമോയാണ്. അപ്പം മിന്നിച്ചേക്കുക, കയറുക, അടിച്ചു പൊളിച്ച് കളിക്കുക, ഒന്നും പേടിക്കരുത്, ഒരാളെയും പേടിക്കേണ്ട, കളിച്ചോളുക, മിന്നിക്കൊള്ളുക എന്ന് ഞാൻ പറയുള്ളൂ. ഒരിക്കലും കഴിഞ്ഞ സീസണിലൊക്കെ നടന്ന പോലത്തുള്ള മിസ്റ്റേക്കുകൾ ഒരിക്കലും വരാൻ പാടില്ല. ഒരാളെ കണ്ടും പതറരുത്. സന്തോഷത്തോടെ എൻ്റർടൈൻ ചെയ്യിക്കുക. നമ്മുടെ പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്ത് സന്തോഷത്തോടെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ബിഗ് ബോസ് ഗെയിം കളിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ലൊരു ബിഗ് ബോസ് ഗെയിമർ ആവാൻ സാധിക്കും എന്ന് എനിക്ക് ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്ത്, ചേച്ചി ഇപ്രാവശ്യം സാധാരണക്കാർക്കിൽ പതൊക്കെ ഉള്ള ഒരു അവസരമായിട്ട് കാണുക. എനിക്ക് തോന്നുന്നു ഇനി അടുത്ത സീസൺ ചിലപ്പം ഇത്രയും അവസരം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ സീസൺ നിങ്ങളെല്ലാവരും വിനിയോഗിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അടുത്ത പ്രൊമോ ഇനി അടുത്ത് വരും കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ അടുത്തത് വരും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇന്ന് ദൃശ്യവും ഇതുമൊക്കെ കൂടെ ഒന്നിച്ചു വന്നു. ഞാൻ ദൃശ്യം കണ്ടിട്ട് കുറച്ച് പർച്ചേസൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞുവിന് മറ്റേ സ്കൂളിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയി. അതിൻ്റെ ഇടയിൽ കൂടെയാണ് വീട്ടിലെത്തിയപ്പോൾ പ്രൊമോ വന്നു എന്ന് അറിഞ്ഞ് പിന്നെ ഓടിച്ചാടി ഇങ്ങോട്ട് വന്നു. അത് കഴിഞ്ഞ് ഞാൻ ദൃശ്യത്തിൻ്റെ ഈ കാര്യങ്ങൾ പറയാം, കണ്ടതിൻ്റെ മൂവിയുടെ കാര്യങ്ങളൊക്കെ പറയാം. പക്ഷേ ആദ്യം ഇതാണല്ലോ പറയേണ്ടത്. ബിഗ് ബോസിൽ പിന്നെ ബിഗ് ബോസിൻ്റെ കാര്യമല്ലേ പറയേണ്ടത്. അപ്പോൾ അതുമാണ് വന്നേക്കുന്നത്. ഭയങ്കര ഒരു സന്തോഷമായി എനിക്ക്. കാര്യം എപ്പോഴും കോമണേഴ്സ് എടുക്കുന്നെങ്കിൽ 1 എടുത്തിട്ട് 2 എടുത്ത് പിന്നെ അവരവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നത് കാണാം. ഇതിപ്പം നിങ്ങൾക്ക് കിട്ടിയ അവസരമാണ് മക്കളെ. കയറിക്കോ, ഒരു 10 പേരെങ്കിലും കയറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കോമണേഴ്സ് 10 പേര് കോമണേഴ്സ്, 10 പേര് സെലിബ്രിറ്റീസ്. എങ്ങനെ ഉണ്ടാവും? സൂപ്പറായിരിക്കില്ലേ? അങ്ങനെ വേണം കളിക്കാൻ. അപ്പോൾ ഒരു രസമുണ്ട്. അപ്പോൾ പിന്നെ കോമണർ കാർഡൊന്നും എടുക്കാൻ പറ്റില്ല. നേരെ കയറി കളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സൂപ്പറായിട്ട് പെർഫോം ചെയ്യുക, മിന്നിച്ചേക്കുക. ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ
വരും, പിന്നെ പിറകെ വരും. നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്, എനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം നമുക്ക് എല്ലാവർക്കും ഒരു അവസരം കിട്ടുകയല്ലേ. അപ്പം എല്ലാവരും മിന്നി ചെയ്യിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.